ലൈറ്റ്സൊക്കെ ഓണാക്കിയിട്ട് പാട്ടും കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറത്ത് ആ ഒരു വ്യൂ കണ്ടത് കേട്ടോ. നല്ല മഴ പെയ്ത് ചാറിയതിൻ്റെ ശേഷമുള്ള ഒരു വ്യൂ. അപ്പോൾ കരുതിയ ഒരു വീഡിയോ എടുത്താൽ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. ഈ ഒരു വ്യൂ ഇതിൻ്റെ മുന്നേ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും മഴ പെയ്തപ്പോഴാണ് കേട്ടോ ഇതിന് ശരിക്കും ഒരു ഭംഗിയായത്. അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് മുറ്റത്തോട്ട് ഇറങ്ങി മുറ്റത്തുള്ള എല്ലാ മാങ്ങകളും നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് ഇട്ടത്. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ശരിക്കും ഇതൊന്ന് ആസ്വദിക്കാൻ പോലും പറ്റുമോ എന്നറിയില്ല. നമ്മളൊക്കെ കുഞ്ഞിലെ എന്തൊരു രസമായിരുന്നു അല്ലേ, എല്ലാവരും കൂടിയിട്ട് ഓരോ മാങ്ങ പൊറുക്കാൻ പോയതും അത് ഉപ്പ് കൂട്ടി തിന്നണതും അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ഫീൽ ചെയ്തപ്പോൾ എടുത്തൊരു വീഡിയോയും കൂടാണ് ഇട്ടത്. അങ്ങനെ പറമ്പിലുള്ള അത്യാവശ്യം മരങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഈ നാച്ചുറൽ വീഡിയോസിനൊക്കെ നമ്മുടെ മൈൻഡ് റിലാക്സ് ആക്കാനുള്ള ഒരു കഴിവും കൂടെ ഉണ്ടല്ലോ. പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞ് ഇതൊക്കെ നോക്കുമ്പം നമുക്ക് പഴയ ഓർമ്മകളൊക്കെ അയവിറക്കും ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ കൂടെ കൂടിയിട്ട് എടുത്തൊരു വീഡിയോസാണ് കേട്ടത്. അങ്ങനെ ഇതെല്ലാം ആണ് കേട്ടോ നമ്മുടെ പറമ്പിലെ മാങ്ങ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ കാണാൻ, ഇങ്ങനെ കയ്യെത്തും ദൂരത്തൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ കാണാനായിട്ട്. അങ്ങനെ ഈ വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിലും നമ്മൾ ഓരോ മരത്തു നിന്ന് ഓരോ മാങ്ങകളും പറിച്ച് അതുപോലെ തന്നെ ബീട്രൂട്ടും എടുത്ത് അതും കട്ട് ചെയ്തിട്ട് നല്ല മസാല കൂട്ടി ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. നല്ല ചെമ്മീൻ പൊടിയും അച്ചാർ പൊടിയും സുർക്ക എല്ലാം കൂടെ ഇട്ടിട്ടുള്ള അടിപൊളി ഒരു മസാല കൂട്ട് കേട്ടോ. ശരിക്കും നമ്മൾ മസാല കൂട്ട് കണ്ടാൽ നല്ല എരിവുള്ള പോലെ തോന്നും. പക്ഷെ അത് ബീട്രൂട്ടിൻ്റെ കളറും കൂടിയിട്ടാണ് അത്ര ഒരു കളർ കിട്ടിയത്. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. അതുകൂടി കൂട്ടി കഴിച്ചപ്പോഴാണ് കേട്ടോ റാഹത്തായത്. സത്യം പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരുന്നു കേട്ടോ എല്ലാവരും കൂടെ കഴിച്ചിട്ട്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. അതുവരേക്കും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ.